ഒരു സമയത്ത് കേരള രാഷ്ട്രീയം ശ്രദ്ധിച്ചത് ശക്തമായി സംസാരിക്കുന്ന ഒരു യുവ നേതാവിനെയായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ. വളരെ കട്ടിയുള്ള വാചകങ്ങൾ കൊണ്ട് എതിരാളികളെ പ്രതിരോധത്തിലാക്കുന്ന ശൈലി. ഒരുപക്ഷെ ഈ ശൈലി തന്നെയാകും അയാളെ ഇത്രയും പെട്ടെന്ന് നിശബ്ദനാക്കാനുള്ള കാരണവും. പക്ഷെ ശബ്ദമുയർത്താതെ വാക്കുകളെ നമ്മുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കുന്ന ചിലരുണ്ടാകും. അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രീനാദേവി കുഞ്ഞമ്മ. അവരുടെ ഈ 2-3 ദിവസങ്ങൾക്കിടയിൽ പുറത്തിറങ്ങിയ ഇന്റർവ്യൂകളിൽ ആദ്യത്തെ ഇംപ്രഷനിൽ തന്നെ തോന്നിയത് ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള ലേബലിലേക്ക് ഒതുക്കാവുന്ന ഒരാളല്ല അതെന്നാണ്. കാരണം അവരുടെ സംസാരത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. വാക്കുകൾ ഒട്ടും അലസമല്ല, സംസാരത്തിൽ അതിവൈകാരികതയില്ല, അനാവശ്യമായ ശബ്ദം ഉയർത്തുന്നില്ല. എന്നിട്ട് ഓരോ വാചകങ്ങളും കൃത്യമായി ലക്ഷ്യത്തിൽ തന്നെ ചേരുന്നുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഒരു മൈക്ക് കിട്ടിയാൽ ആദ്യം ശബ്ദം ഉയർത്തണം, പിന്നെ ബുദ്ധി ഓഫാക്കണം എന്നൊരു അലിഖിത നിയമം തന്നെയുണ്ട്. അതിന് വിപരീതമായ ഒരാളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്നാണ് എനിക്ക് തോന്നിയത്. അവർ സംസാരിക്കുന്നത് ആവേശത്തിൽ നിന്നല്ല, ആലോചനയിൽ നിന്നാണ്. ആരെയും തൃപ്തിപ്പെടുത്താനല്ല, സ്വന്തം നിലപാട് സ്ഥാപിക്കാനാണ്. ഇതൊക്കെ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. പറയുന്ന വാക്കുകൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതൊരു നേതാവിൻ്റെ ആദ്യത്തെ ഗുണമാണ്. ശബ്ദത്തിൽ മിതത്വമുണ്ടെങ്കിൽ അത് ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. വാചകങ്ങൾ കൃത്യമായി പോയിന്റിൽ തന്നെയാണ് എങ്കിൽ അവിടെയുള്ളതൊരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റിയാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പലരും നേതാക്കളായി അഭിനയിക്കുകയാണ്, പക്ഷെ ചിലർ നേതാക്കളായി വളരുകയാണ്. അവിടെയാണ് ഈ പേര് പ്രസക്തമാകുന്നത്. കേരള കോൺഗ്രസ് പോലെ സകല ക്രെഡിബിലിറ്റിയും നശിച്ച് നാരായണക്കല്ല് പിടിച്ച ഒരു പാർട്ടിയെ ഭാവിയിൽ ഇതേ ക്രെഡിബിലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നോയിസ് പൊളിറ്റിക്സ് കൊണ്ട് ഇനി സാധിക്കില്ല, സെൻസ് പൊളിറ്റിക്സ് വേണം. അത് സാധ്യമാക്കേണ്ടത് ഇത്തരത്തിലുള്ള ശബ്ദങ്ങളിൽ നിന്നാകണം. ഇതൊരു ഫാൻ വർഷിപ്പ് അല്ല, ബ്ലൈൻഡ് സപ്പോർട്ടും അല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഒബ്സർവേഷനാണ്. ഇന്ന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നാളെ ചോദ്യം ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്തിരിക്കും.